ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഭിഭാഷകനുമായി ചർച്ച നടത്തി. അഡ്വക്കേറ്റ് S. രാജീവിന് വടക്കൻ പരവൂരിലെ വീട്ടിലെത്തിയാണ് കണ്ടത്. ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു കൂടിക്കാഴ്ച. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ഹാജരാകുന്നത് S. രാജീവാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, രാഹുലിനെതിരായ രണ്ട് കേസുകളിൽ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിലും അറസ്റ്റിന് തടസ്സമില്ല. അത്തരത്തിൽ ഈ ഒരു 14 ദിവസം ഒളിവിൽ കഴിഞ്ഞ രാഹുലിനെ പോലീസ് അതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതിനൊക്കെ ഒരു പിന്നാലെയാണ് ഇന്നലെ വോട്ട് ചെയ്യാൻ എത്തിയത്. അത്തരത്തിൽ ഇനിയൊരു രാഹുലിന്റെ നീക്കം എന്തായിരിക്കും? അമലെ, ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹാജരാകുന്ന അഭിഭാഷകനാണ് S. രാജീവ്. S. രാജീവിന്റെ വടക്കൻ പറവൂരിലെ വീട്ടിൽ ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അതോടൊപ്പം തന്നെ ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കാര്യങ്ങളൊക്കെ തന്നെ അഭിഭാഷകനുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ചെയ്തു എന്നാണ് വിവരം. ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഒരുപക്ഷെ ബെഞ്ചിന് മുന്നിൽ വന്നേക്കും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇന്ന് തന്നെ അടിയന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയിട്ടുള്ള അപ്പീല് പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ, അതായത് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദഗതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് തെളിവുകളും രേഖകളും ഒന്നും തന്നെ പരിശോധിക്കാതെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയത്. പ്രഥമ ദൃഷ്ട്യാ രാഹുലിനെതിരായിട്ടുള്ള ബലാത്സംഗ കുറ്റം തെളിയിക്കാനായിട്ടുള്ള എല്ലാ തെളിവുകളും SIT കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഒരു ഘട്ടത്തിലും സെഷൻസ് കോടതി പരിഗണിച്ചില്ല. പരാതി നൽകുവാനായിട്ടുള്ള വൈകിയ അല്ലെങ്കിൽ കാലതാമസം അത് സംബന്ധിച്ച് സുപ്രീം കോടതി നേരത്തെ തന്നെ ചില നിർണായകമായിട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നുള്ളതാണ് പ്രധാന ആവശ്യം. ഒരു ഇടക്കാല ഉത്തരവെന്നുള്ള രീതിയിൽ സ്റ്റേ അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യവും ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചേക്കും. എന്തായാലും നേരത്തെ ഈ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച സമയത്ത് ചില സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ തന്നെ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതായത് പ്രഥമ ദൃഷ്ട്യാ പ്രതിയുമായിട്ട് ബലാത്സംഗ കുറ്റം ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പരാതി ഏറെ വൈകിയാണ് യുവതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉപാധികളോടുകൂടി മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിക്കുന്നു എന്നുള്ളതായിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ആവശ്യം. എന്തായാലും ഇതുടൻ തന്നെ ഈ ഹർജി ഉടൻ തന്നെ അപ്പീൽ ഉടൻ തന്നെ പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയിൽ ഉന്നയിച്ചേക്കും. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസ് വിവരങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി വടക്കൻ പറവൂരിലെ തന്റെ അഭിഭാഷകനായിട്ടുള്ള S. രാജീവിന്റെ വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്.